ഇതാ സംഭവിച്ചേ. വീട്ടിലുള്ളത് ചുക്കിയാണോ അല്ലെങ്കിൽ വേറെ ആരാണോ എനിക്കൊന്നും അറിയില്ല അമ്മേ. മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അമ്മേ എനിക്ക് ആലോചിച്ചിട്ട് എന്തൊക്കെയാവുന്നു. എന്താ നമ്മളിപ്പോ ചെയ്യാ? എനിക്കവിടെ ആരോടൊന്നും പറയാനും പറ്റുന്നില്ല. അമ്മേ എന്റെ മോളിപ്പോ എവിടെയാന്ന് പോലും എനിക്ക് അറിയില്ല. നീ പേടിക്കണ്ട ചന്ദ്രമുഖി, അവൾ ഏതെങ്കിലും ഒരു ദുഷ്ടശക്തിയാണെങ്കിൽ അവളെ നമ്മൾ തോൽപ്പിച്ചിരിക്കും. നീ നോക്കിക്കോ, എനിക്കറിയാവുന്ന ഒരു സ്വാമിയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. എന്തെങ്കിലും നടക്കും അമ്മേ. മോളെ നീ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്ക്, എല്ലാം നല്ലതുപോലെ നടക്കും. നമ്മുടെ ചുക്കിയെ നമ്മൾ കണ്ടെത്തും, നീ നോക്കിക്കോ. വാ നടക്ക്, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെടാം. വാ മോളെ, അവിടെ തന്നെ നിൽക്കാതെ വാ. അമ്മേ എനിക്കെന്താ? ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ, എല്ലാം ശരിയാവും. എന്നാലും അമ്മ എനിക്കെന്താ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അമ്മയെ പറയുന്ന വാ. ഇവിടെ ആരുല്ലേ? സ്വാമി ഇവിടെ ഉണ്ട്. സ്വാമി നമസ്കാരം. നമസ്കാരം. ആരാ ഇത്? അല്ല, സ്വാമിക്ക് ഓർമ്മയുണ്ടാവോ? ഓർമ്മയില്ലാതിരിക്കാൻ എന്താ സരസ്വതിയമ്മേ, നമുക്ക് നല്ല ഓർമ്മയുണ്ട്. എന്തോ കാര്യത്തിനായിട്ടാ വന്നതെന്ന് തോന്നുന്നു. ഇരിക്കുക. വാ മോളെ ഇരിക്ക്. അല്ല, ഇതാരാ? സ്വാമി ഇതെന്റെ മോളാ ചന്ദ്രമുഖി. അത് ശരി. ആട്ടെ, നമ്മൾ എന്ത് സഹായം ചെയ്യണ്ടേ? സ്വാമി അത് പിന്നെ എന്താ, എന്തു പറ്റി? എന്താണ് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് വെച്ച് അതൊരു ആത്മാവ് തന്നെയാവാനാണ് സാധ്യത. കാണാതെ എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണം. മനുഷ്യർ ജീവിക്കേണ്ട ഭൂമിയിൽ ഒരു ആത്മാവിനും ജീവിക്കാനുള്ള അവകാശമില്ല. എല്ലാം നല്ലതുപോലെ നടക്കും. ഇപ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നാളെ ഞാൻ അങ്ങോട്ട് വരാം. അവിടെ വന്നാൽ മാത്രമേ എനിക്കെല്ലാം ഒന്ന് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. പുറത്തേക്ക് നിൽക്കൂ. ശരി സ്വാമി, അങ്ങനെ ആയിക്കോട്ടെ. മോളെ വാ, പുറത്ത് നിൽക്കാം. വന്നോളാം. സ്വാമി ഇതാ, ഒന്നും പേടിക്കാനില്ല. ഇത് സ്വയരക്ഷയ്ക്ക് വെച്ചോ. ഇത് ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീട്ടിലുള്ള എല്ലാവരുടെ കയ്യിലും കൊടുക്കുക. ഒരു കാരണവശാലും സംശയം തോന്നുന്ന ആളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഒന്നും കൊണ്ട് പേടിക്കണം. നാം നാളെ രാവിലെ എത്തും. നാ പോയിക്കോളാം. എന്താ എന്തൊരു സ്വാമി? ഏതോ മഹാശക്തി വന്നിരിക്കുന്നു. ഏതോ മഹാശക്തി. സ്വാമി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നീ ഒന്നും കൊണ്ടും സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. നാളെ സ്വാമി വരും എന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങോട്ട് പോവാനേ തോന്നുന്നില്ല. ദേ നോക്ക്, നീ വിഷമിക്കരുത്. നമ്മുടെ ചുക്കിയെ നമ്മൾ കണ്ടെത്തും. നിന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നവൾക്ക് മനസ്സിലായ എല്ലാം മാറും. നീ പറയുന്നത് കേക്ക്. നീ ഒന്നും പുറത്ത് കാണിക്കരുത്. എന്നാലും എങ്ങനെയാ അമ്മേ? നീ ധൈര്യശാലിയായിട്ട് നിൽക്ക്, ഒരു കുഴപ്പവും വരില്ല. നീ വീട്ടിലേക്ക് ചെല്ലും മോളെ. ചന്ദ്രമുഖിനെ മോളെ ലാക്ക് ഇത്തിരി ഞാൻ ഊഞ്ഞാലാടുന്നേ. അവളോടൊന്ന് ചോദിച്ചു നോക്കാം ചന്ദ്രമുഖി എന്താ പറ്റിയ. നോക്കാം എന്താ ഒരു ടെൻഷൻ. എന്റെ പഠിച്ചാനെ പഹയത്തി വല്ലാത്താടലാണല്ലോ ആടുന്നേ. മോളെ ഇങ്ങോട്ടൊന്ന് നോക്കിയേ പെണ്ണേ. പഠിച്ചാനെ ഇവിടെ എന്താ മിണ്ടാത്തെ? എടി പെണ്ണേ, അന്നോടല്ലേ ചോദിക്കുന്ന എന്റെ അമ്മക്ക് എന്താ പറ്റിയെന്ന്. ആരാണോ ഇത്? നബീസു, അനക്കെന്താ അറിയാത്ത പോലെ? ഏത് നബീസു? അന്റെ അമ്മേനെ ഫ്രണ്ട്. ഫ്രണ്ടോ അങ്ങനെ എന്തോ സാധനാണ് ഞമ്മളോളെ. എന്താ, എന്ത് വേണം? അല്ല മോളെ, എന്റെ അമ്മേനെ ഞാനിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടിട്ടേനു. ഓക്കെ എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. എന്താന്ന് ചോദിച്ചിട്ട് ഓളൊന്നും മിണ്ടുന്നില്ല. എനക്ക് എന്തെങ്കിലും അറിയാം അതിനെ പറ്റി? നബീസാത്ത ഊഞ്ഞാലാടുന്നോ? അല്ല, നമ്മൾ ഊഞ്ഞാലൊന്നും ആടുന്നില്ല കുട്ടിയെ. ഇനി എന്താന്ന് വെച്ചാൽ അറിയെങ്കിൽ പറ. ഓക്ക് എന്താ പറ്റിയേ? ഊഞ്ഞാലാടിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പത്തെ മക്കൾ ഓരോ ബാസി. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. ഞമ്മടെ ഇരുന്ന് ഇനി പറ. എന്തെന്നാ എന്റെ അമ്മമ്മക്ക് പറ്റിയേ?
ബീസോൻ എന്തെങ്കിലും കാണിച്ചു കാണും. അത് ഉറപ്പാ. അതാ അവൾ അങ്ങനെ ഓടിയത്. നീ നോക്കിക്കൂടി, നിന്റെ എല്ലാ കളികളും തീരാൻ പോവാ. അമ്മ ഒന്ന് നിന്നെ. അമ്മ ഇവിടെ പോയി വരിക. അത് മോളെ ഞാൻ പറഞ്ഞു